ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ വിവാഹിതരായാലിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയെയും അതേപോലെ തന്നെ മുത്തശ്ശിയുടെ മകളും കൂടി ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, ഈ അഞ്ജനയുടെയും അജയുടെയും കല്യാണക്കാര്യത്തെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? അയ്യോ അമ്മേ, അതെന്താ അങ്ങനെ ചോദിച്ചത്? അത് നമ്മൾ നേരെ നിശ്ചയിച്ച കാര്യമല്ലേ, പിന്നെ അത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ല, ഈ കല്യാണത്തിനോട് എന്തെങ്കിലും എതിർപ്പുണ്ടോ? അവർ രണ്ടുപേരുടെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചിട്ട് തന്നെയാണോ ഈ കല്യാണം നിശ്ചയിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണല്ലോ, നമ്മളോട് അതിനെക്കുറിച്ച് പിന്നീട് കൂടുതലൊന്നും സംസാരിച്ചൊന്നുമില്ലല്ലോ. അല്ല, എൻ്റെ മനസ്സിന് എന്തൊക്കെയോ ഒരു പോരായ്മകളൊക്കെ തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ എന്നോട് ചോദിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ തോന്നലാമ്മേ. അവർ രണ്ടുപേരും നല്ല ചേർച്ചയാണ്, അവർ രണ്ടുപേരും തമ്മിൽ നല്ല ഇഷ്ടമാണ്, കല്യാണത്തിന് യാതൊരു എതിർപ്പും അവർക്കൊന്നുമില്ല, അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അവിടെ പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഭവാനിയും അതേപോലെ തന്നെ ഭവാനിയുടെ മകൾ അഞ്ജനയും കൂടി വരുന്നത്. മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. അപ്പോൾ നിങ്ങളുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചടങ്ങുകളെല്ലാം നമുക്ക് അടിപൊളിയായിട്ടൊക്കെ നടത്തണമല്ലോ. അപ്പോൾ എല്ലാത്തിനും മുന്നിൽ നിന്ന് ഭവാനി തന്നെ വേണം നിന്ന് നടത്താനായിട്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഞ്ജനയാണെങ്കിൽ അയ്യോ വേണ്ട, അമ്മയല്ല നടത്തേണ്ടത്, എല്ലാത്തിനും മുന്നിൽ നിന്ന് വലിയച്ഛനാണ് നടത്തേണ്ടത് എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കണം. അതിനിടയിൽ നമ്മളെ ഈ ഭവാനി പറയാണ്, അമ്മയുടെ സ്വഭാവം തന്നെയാണ് കേട്ടോ ഇത് ഇവൾക്കും കിട്ടിയിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ അച്ഛൻ്റെ അതേ സ്വഭാവം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാഗരേട്ടനെ അമ്മയും കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതേ മൂക്ക്, അതേ കണ്ണ്, അതേ ചുണ്ട്, അതേ രീതിയിൽ തന്നെ നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ സാഗരേട്ടൻ ഇങ്ങനെ കിടന്ന് അമ്മയെ കിടന്നിങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ ഞാൻ ചോദിക്കും, എന്താ നിങ്ങളുടെ അമ്മ എന്താ ദൈവമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, എനിക്ക് എൻ്റെ അമ്മ ദൈവമാണ് എന്നൊക്കെയാണ് സാഗരേട്ടൻ പറയുന്നത് എന്ന് ഭവാനി പറയാം. ഇത് കേട്ട മുത്തശ്ശിയാണെങ്കിൽ ശരിയാ, എൻ്റെ മകനുണ്ടായിരുന്ന സമയത്ത് അമ്മയെന്ന് വിളിച്ചിട്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുകയും ഉമ്മൻ തരികയും ഒക്കെ ചെയ്യുമായിരുന്നു. അവനില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഇപ്പോഴും അറിയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സത്യനും അതേപോലെ തന്നെ അജയും കൂടി വരുന്നത്. അപ്പോൾ സത്യ, നിൻ്റെ കാര്യം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കല്യാണക്കാര്യത്തെക്കുറിച്ചേ. അല്ല, കല്യാണത്തിൻ്റെ ആ സമയത്ത് നീ തന്നെ മുന്നിൽ നിന്ന് വേണം ഈ ചടങ്ങുകളെല്ലാം നടത്താനെന്നാണ് അഞ്ജന പറയുന്നത്. അതുകൊണ്ട് നീ തന്നെ നിന്ന് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. നിനക്ക് നിൻ്റെ സ്വന്തം മകളെ പോലെ തന്നെയാണല്ലോ അഞ്ജന. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ അമ്മ ഇത്, ഇപ്പോഴാണോ ഇത് സംസാരിക്കേണ്ട സമയം? ഇത് കേട്ട അമ്മ പേടിച്ചു പോകണം. ഇതെന്ത് സംഭവിച്ചു? എല്ലാവരും അന്തിച്ച് നിൽക്കുകയാണ്. അതേ അമ്മേ, ഇപ്പം അങ്ങനെ സംസാരിക്കാവോ? ഇവിടെ ഒരു ചടങ്ങ് നടക്കാനായിട്ട് പോകുമല്ലേ. എന്ത് ചടങ്ങ്? അമ്മ ഇപ്പം മറന്നോ അമ്മേ? ഭൂമിയുടെ കുടുംബത്തിൽ ഭൂമിയുടെ അച്ഛൻ മരിച്ചിരിക്കുക. ആ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് പോലുമില്ല, ആ അച്ഛൻ്റെ അടക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഈ കല്യാണക്കാര്യത്തെക്കുറിച്ചൊക്കെ പറയണോ? അത് വേണോ അമ്മേ? അമ്മ സ്വന്തം കൊച്ചുമോളെ പോലെ തന്നെയല്ലേ ഭൂമിയെയും കാണുന്നത്. അപ്പോൾ ഈ കുടുംബത്തിലൊരു അംഗത്തെ പോലെ തന്നെയല്ല. അപ്പം അജയും പറയണം, ആ കാര്യത്തിന് സത്യം തന്നെയാണ്. ഭൂമിയെ കാണുന്നത് മുത്തശ്ശി ഈ കുടുംബത്തിലൊരു അംഗത്തെ പോലെ തന്നെയല്ലേ. അപ്പോൾ ഭൂമിയുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം പോലെ തന്നെയല്ലേ മുത്തശ്ശി. അപ്പോൾ ഒന്ന് ചിന്തിക്കണ്ടേ അജയ്, നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാണ്. ഭൂമി എൻ്റെ സ്വന്തം കൊച്ചുമോളെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. അവളെ ഒരു വേർതിരിച്ച് ഞാൻ കണ്ടിട്ട് പോലുമില്ല. അത് എല്ലാം ശരിയാ, ആ ചടങ്ങുകളെല്ലാം കഴിയട്ടെ, അതിനുശേഷം മതി ഇനി കല്യാണക്കാര്യവും ഒക്കെ പറയാനായിട്ട് അല്ലേ. അപ്പോൾ എന്തായി കേസൊക്കെ? ചടങ്ങിന് പോകാനുള്ള സമയമായിരുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ഭവാനി പറയണം, അതിന് ഭൂമിയുടെ അച്ഛനെ കൊന്നത് ഭൂമിയുടെ അമ്മ തന്നെയല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ല, ഒരിക്കലും ഇല്ല, അതിൻ്റെ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കൊലപാതകം നടക്കുമ്പോൾ ഇപ്പോൾ അമ്മയുടെ നാവിൽ നിന്നും ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നത് ആ റൂമിൽ വേറൊരാളും ഉണ്ടായിരുന്നുവെന്ന്. അപ്പോൾ മൂന്നാമതൊരാളുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു, അതെന്തിനു വേണ്ടി അയാൾ ഭൂമിയുടെ അച്ഛനെ കുത്തി, ഇതാണ് അറിയേണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ ശരിക്കുള്ള തെളിവുകളൊക്കെ നമ്മളുടെ കയ്യിൽ കിട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതിനോട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നും അങ്ങനെ പറയാം. അങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം ഒന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഭവാനിക്ക് ശരിക്കും ഭയങ്കര ഇടിവിട്ട് പണി കിട്ടിയ ഒരവസ്ഥയായി പോവാണ്. ഭവാനി ശരിക്കും പേടിച്ചങ്ങോട്ട് നിൽക്കുകയാണ്. ഇനി അങ്ങനെ അവനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ തൻ്റെ പേര് പറയോ എന്നുള്ളൊരു പേടി ഭവാനിക്ക് ശരിക്കും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഭൂമിയെ കാണിക്കുകയാണ്. ഭൂമി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരിക. പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറേ പോലീസുകാർ ഇറങ്ങിയ ഭൂമിയുടെ എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല. ഭൂമിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ല, ഞങ്ങളെല്ലാവരും വളരെയേറെ ദുഃഖത്തിലാണ്. ഭൂമി CSR കാണാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാൻ CSR കാണാൻ വേണ്ടി തന്നെ വന്നതാണ്, CSR അകത്തുണ്ട് ഭൂമി എന്ന് പറയാം. അപ്പോൾ
ഭൂമി തൻ്റെ കടയൊന്ന് നോക്കുക. അപ്പോൾ കട നോക്കി കഴിഞ്ഞപ്പോഴേക്ക് അച്ഛൻ്റെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കറുത്ത കൊടിയും കുത്തി വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഓർമ്മകൾ ഭൂമിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെകിട്ടി ഇങ്ങനെ വരികയാണ്. അച്ഛനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തു വെച്ചിരിക്കുകയാണല്ലോ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയാണെങ്കിൽ നേരെ CA സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. CA സാറോട് പറയുകയാണ്, എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം. അതിനെന്താ ഭൂമി, കാണാമല്ലോ. ഭൂമിയുടെ മനസ്സിൽ ഭയങ്കര സങ്കടം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞതും നടന്നതും ഒക്കെ. ഭൂമിയുടെ അച്ഛനെ ഒരിക്കലും അമ്മ കൊല്ലില്ലെന്നും ഞങ്ങൾക്കറിയാം. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്, എന്തിനു വേണ്ടി, എങ്ങനെ, അതെന്താ കാരണം, ഇതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. പക്ഷേ ആ സമയത്ത്, അതായത് ഇവർ രണ്ടുപേരുള്ള സമയത്ത് ആ റൂമിനുള്ളിൽ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു. ഇതാണ് ഭൂമിയുടെ അമ്മ പറഞ്ഞ കാര്യം. ഇത് കേട്ട നമ്മുടെ ഭൂമി ഞെട്ടിപ്പോണ്. സാർ പറഞ്ഞ സത്യം തന്നെയാണ്. അതെ, പറഞ്ഞ സത്യം തന്നെയാണ്. ഭൂമിയുടെ അമ്മയെ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഉത്തരവാണ്. പക്ഷേ അതിനുള്ള കുറേ തെളിവുകളും കൂടി ഞങ്ങൾക്ക് വേണം. എന്നാൽ മാത്രമേ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറയുകയാണ്. ശരി സാറേ, ഞാൻ എന്നാൽ പിന്നെ അമ്മയെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും പോയി കണ്ടോ ഭൂമി. അങ്ങനെ ഭൂമി നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയില്ല. അമ്മ ലോക്കപ്പിൽ കിടക്കുകയാണല്ലോ. അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഭൂമി. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. മോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതിലേറെ കരച്ചിലാണ് ഭൂമിയുടെ അമ്മ. മോള് വന്നല്ലേ മോളുടെ അച്ഛൻ മോളുടെ കൂടെ ഇപ്പം ഇല്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ അമ്മയുടെ ആ ഒരു പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ ഇത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയുകയാണ്. ഭൂമി ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞ് തളർന്ന് നിൽക്കുകയാണ്. മോള് വിശ്വസിക്കുന്നുണ്ടോ? ഞാനാണ് മോളുടെ അച്ഛനെ കൊന്നതെന്ന്? മോളുടെ നാവ് കൊണ്ട് എന്താ പറയാത്തത്? എൻ്റെ അമ്മയല്ല എൻ്റെ അച്ഛനെ കൊന്നതെന്ന് ഇവിടെയുള്ള പോലീസുകാരൊക്കെ പറയാ. അച്ഛനെ ഞാൻ കൊന്നെന്ന്. 29 വർഷം കൂടെ ജീവിച്ചിട്ട് എൻ്റെ ഏട്ടനെ ഞാൻ കൊന്നെന്നാണ് മോളെ പറയുന്നത്. ഇതൊക്കെ മോളും വിശ്വസിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നെക്കുറിച്ച് അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ മോളുടെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ഇപ്പോഴും അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ലല്ലേ? ഞാനങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എൻ്റെ അമ്മയെ ഞാൻ മനസ്സിലാക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്താ അമ്മയോട് ഇനി ഞാൻ പറയണോ എൻ്റെ അച്ഛനെ കൊന്നത് എൻ്റെ അമ്മയല്ല എന്ന് ഞാൻ പറയണോ അമ്മേ? ഇത് കഴിഞ്ഞപ്പോഴേക്കും അമ്മയാണെങ്കിൽ വേണ്ട, എന്നോട് ആരൊന്നും പറയണ്ട, എനിക്ക് ആരും ഇല്ലല്ലോ മോളെ. ഇനി മോള് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മോളുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? മോൾക്ക് ആരും ഒരു കൂട്ടുള്ളത്? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സാരമില്ല അമ്മേ, എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ അമ്മയെ പുറത്തിറക്കും. പിന്നെ അച്ഛനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വരാൻ നേരത്തെ അമ്മയും കൊണ്ടുവരണമെന്നാണ് ഞാൻ CA സാറോട് പറഞ്ഞിരിക്കുന്നത്. CA സാർ അതേപോലെ തന്നെ കേട്ടു, കൊണ്ടുവരാമെന്നും പറയുകയും ചെയ്തു. പിന്നെ അച്ഛൻ അമ്മയോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചിതാഭസ്മം എവിടെ ഒഴുക്കണമെന്ന്? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇല്ല മോളെ, എന്നോടല്ലല്ലോ പറയണത്, എല്ലാ കാര്യങ്ങളും മോളോടല്ലേ അച്ഛൻ പറയാറ്, മോളോട് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാ കർമ്മങ്ങളും എനിക്ക് ചെയ്യണം, എൻ്റെ അച്ഛന് ആത്മശാന്തി കിട്ടണം, എൻ്റെ അച്ഛൻ്റെ ആത്മാവ് അലഞ്ഞിരിഞ്ഞ് നടക്കാതെ സ്വർഗത്തിലേക്ക് തന്നെ പോകണമെന്നൊക്കെ ഇങ്ങനെ പറയാം. ഇതൊക്കെ പറഞ്ഞിട്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ഭൂമിയുടെ അമ്മ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയാം. അമ്പി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് തളർന്നു പോയി. ഏതായാലും ഞാൻ പോവാണ് അമ്മേ, അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് നോക്കണം അമ്മേ. എനിക്ക് വേണ്ട വിധത്തിൽ എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് സാധിച്ചില്ല, പക്ഷേ ഈ അവസാന നിമിഷമെങ്കിലും എനിക്കത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ പിന്നെ ഒരു സങ്കടപ്പാട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ അച്യുതനെ കൊണ്ടുവരുന്നു. അങ്ങനെ അച്യുതനെ ആ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടി ദഹിപ്പിക്കാൻ വേണ്ടി അങ്ങനെ കിടത്തിയിരിക്കുക. ആ സമയത്ത് അച്ഛൻ്റെ മുഖം എല്ലാവരും ഒന്ന് കാണുക. ആ സമയത്ത് നമ്മുടെ ഭൂമി വന്നിട്ട് ഭയങ്കര കരച്ചിൽ. ഭൂമി അപ്പോൾ ആ ഒരു കാര്യം ആലോചിക്കുകയാണ്. അച്ഛൻ അവസാനമായിട്ട് പറഞ്ഞ കാര്യം, മോളെ അച്ഛനൊരു ഉമ്മ തന്നിട്ട് മോളെ എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛാ ഇപ്പോൾ ഒരുപാട് ലേറ്റായി അച്ഛാ, വന്നിട്ടേ ഞാൻ അച്ഛനൊരു 1000 ഉമ്മ തന്നേക്കാം എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഭൂമി ഒരു നിമിഷം അവിടെ നിന്ന് ആലോചിക്കുന്നത്. എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഭൂമിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. ഭൂമി അച്ഛൻ്റെ നെറ്റിയിൽ കുറേ ഉമ്മ കൊടുക്കുകയാണ്. ഉമ്മ കൊടുത്തതിന് ശേഷം ആ ഒരു ചടങ്ങ് നടക്കുക. അവിടെ നമ്മുടെ അച്യുതനെ ദഹിപ്പിക്കുക. അങ്ങനെ ദഹിപ്പിച്ച് അച്ഛനില്ലാതായി പോകുന്ന ആ ഒരു രംഗം നമ്മുടെ ഭൂമി കാണുകയാണ്. ഭൂമി കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഭൂമി അവിടെ തലകറങ്ങി വീഴുകയും ചെയ്യാണ്. വല്ലാത്തൊരവസ്ഥ തന്നെ. അപ്പം നമ്മുടെ അജയും അതേപോലെ തന്നെ സത്യനും കൂടി താങ്ങി പിടിച്ചിട്ട് ഭൂമിയെ കൊണ്ടുപോവുകയും ചെയ്യാണ്. അമ്മയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ കരയുകയും ചെയ്യാം. ഈ സമയം തന്നെ ഈ ഭവാനിയും അതേപോലെ തന്നെ
ഭവാനിയുടെ മകളും കൂടി. അപ്പോൾ ഭവാനി പറയാണ് മോളെ സൂക്ഷിക്കണം, ഇവരിപ്പോൾ പറയുന്നത് കേട്ടില്ലേ, ഭൂമി ഭൂമി എന്നുള്ളൊരു കാര്യം മാത്രമേ പറയുന്നത്. അതേ അമ്മേ ഞാൻ സൂക്ഷിച്ചോളാം ഭൂമി എന്ന് പറഞ്ഞ കാര്യം പറയുന്നുണ്ട്. പക്ഷെ അജയുടെ നാവിന്ന് കേട്ടില്ലേ, അവന് എന്നെ കല്യാണം കഴിക്കാമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല, ആ ഭൂമിയെ തന്നെയാണ് അവന് ഇഷ്ടം. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കില്ല അമ്മേ, രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. മോളെ നമ്മളത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവൾ ഈ വീട്ടിലേക്ക് കയറിക്കൂടി വരും. ഇപ്പോൾ അവൾ അച്ഛനും കൂടി മരിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് വീട്ടിലേക്ക് കയറിക്കൂടി വരുമെന്നും പറയണം. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അമ്മേ, ഈ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൾ ഈ വീട്ടിലേക്ക് കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു വാശി കാണിക്കുക അവിടെ. പിന്നീട് നമ്മുടെ ഭൂമിയെ കാണിക്കുകയാണ്. ഭൂമിയാണെങ്കിൽ ഒറ്റപ്പെട്ടു പോയി, ഭൂമി ആരുമില്ലാത്തൊരവസ്ഥയിലായിപ്പോയി. അങ്ങനെ ഭൂമി നേരെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഭൂമിയുടെ അച്ഛൻ്റെ കാറ് കിടക്കുന്ന കാണിക്കണം. ആ കാറിനുള്ളിലേക്ക് കയറിയിരിക്കുക. അപ്പോൾ അച്ഛൻ്റെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കൂടി വരികയാണ്. അച്ഛനും മോളും കൂടി ഡ്രൈവിങ് പഠിക്കുന്ന ആ സമയം മോളെ ഡ്രൈവിങ് പഠിപ്പിക്കുകയാണ് അച്ഛൻ. അപ്പോൾ ഇതെന്താ കാണിക്കുന്നത്, ഇങ്ങോട്ട് ഇടത്തോട്ട് എടുക്ക് എന്ന് പറഞ്ഞ മോളെ ക്ലച്ചി ചവിട്ടുമ്പോഴേ അത് പതിയെ ചവിട്ടണം, അല്ലെങ്കിലേ അത് അനുസരിക്കൂല കേട്ടോ. അതിനോടൊന്നും ദേഷ്യപ്പെടാനൊന്നും പാടില്ല. ആക്സിലേറ്ററും ക്ലച്ചൊക്കെ ചവിട്ടുമ്പോൾ അവരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അനുസരിക്കൂല. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. ആ ശരി അച്ഛാ, പക്ഷെ എനിക്ക് പേടിയാവുന്ന അച്ഛാ. എന്തിനാ പേടിക്കുന്നത്, ഞാൻ അല്ലേ കൂടെ ഉള്ളത്, അങ്ങോട്ട് ഓടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച് ദേ വേറൊരു വണ്ടി പുറകേന്ന് വരുന്നു. ആ വണ്ടിക്ക് ഒറ്റ തട്ടാണ്. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം, താങ്ക് യു. ബൈ ബൈ.